ഇന്ത്യൻ സിനിമയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച കാന്താര എന്ന ചിത്രം വെറുമൊരു ചലച്ചിത്രത്തിൽ എന്നതിലുപരി ദക്ഷിണ കന്നഡയിലെ ജനങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെയും ആചാരങ്ങളെയും ആഗോള തലത്തിലെത്തിച്ച ഒന്നായിരുന്നു. എന്നാൽ ഈ ചിത്രത്തിലെ പവിത്രമായ ദൈവക്കോലം എന്ന സങ്കല്പത്തെ ഒരു പൊതുവേദിയിൽ അനുകരിച്ച ബോളിവുഡ് താരം രൺവീർ സിംഗ് ഇപ്പോൾ നിയമക്കുരുക്കിലായിരിക്കുകയാണ്. കർണാടക ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടലും താരത്തിന് നൽകിയ നിർദ്ദേശങ്ങളും കലയും വിശ്വാസവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെക്കുറിച്ച് വലിയ ചർച്ചകൾക്ക് വഴിതുറന്നിരിക്കുന്നു. ഗോവയിൽ നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സമാപന ചടങ്ങിലാണ് വിവാദമായ സംഭവം അരങ്ങേറിയത്. ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി എത്തിയ രൺവീർ സിംഗ് കാന്താരയിലെ വിഖ്യാതമായ വരാഹരൂപം എന്ന ഗാനത്തിനൊപ്പം നൃത്തം ചെയ്യുകയും ദൈവക്കോലത്തിന്റെ ശബ്ദവും ചലനങ്ങളും അനുകരിക്കുകയും ചെയ്തു. സ്റ്റേജിലെ ആവേശം വർദ്ധിപ്പിക്കാൻ താരം നടത്തിയ ഈ പ്രകടനം വലിയൊരു വിഭാഗം വിശ്വാസികളെ, പ്രത്യേകിച്ച് തുളുനാട്ടിലെ ജനങ്ങളെ പ്രകോപിപ്പിച്ചു. ദൈവക്കോലം എന്നത് കേവലം ഒരു നൃത്തരൂപമോ കലാരൂപമോ അല്ലെന്നും അതിവിടുത്തെ ജനങ്ങളുടെ ആത്മീയമായ വികാരമാണെന്നും ചൂണ്ടിക്കാട്ടി ബംഗളൂരുവിൽ പ്രവർത്തിക്കുന്ന അഭിഭാഷകനായ പ്രശാന്ത് മേത്തൽ പോലീസിൽ പരാതി നൽകി. മതവികാരം വ്രണപ്പെടുത്തിയെന്ന പരാതിയിൽ ബംഗളൂരു പോലീസ് താരത്തിനെതിരെ കേസെടുത്തു. കേസ് പരിഗണിച്ച കർണാടക ഹൈക്കോടതി പൊതുപ്രവർത്തകർക്കും സെലിബ്രിറ്റികൾക്കും സാമൂഹികവും മതപരവുമായ കാര്യങ്ങളിൽ വലിയ ഉത്തരവാദിത്തമുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. തങ്ങളുടെ പ്രവൃത്തികൾ ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുമെന്ന ബോധ്യം താരങ്ങൾക്ക് വേണമെന്നും കോടതി നിരീക്ഷിച്ചു. അന്ധമായ അനുകരണങ്ങൾ വിശ്വാസികളെ വേദനിപ്പിക്കാൻ പാടില്ലെന്ന് വ്യക്തമാക്കിയ കോടതി രൺവീർ സിംഗിനോടും തന്റെ പ്രവൃത്തിയിൽ നിരുപാധികം മാപ്പ് പറയാനും ഇതിനായി സത്യവാങ്മൂലം സമർപ്പിക്കാനും നിർദ്ദേശിച്ചു. കൂടാതെ മൈസൂരിലെ പവിത്രമായ ചാമുണ്ഡി ക്ഷേത്രം സന്ദർശിച്ച് പ്രാർത്ഥന നടത്തണമെന്നും കോടതി ഉത്തരവിട്ടു. കോടതിയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാൻ രൺവീർ സിംഗ് തയ്യാറായി.